ഈ തേവലക്കരയിൽ 13 വയസ്സുകാരൻ സ്കൂളിൽ ഷോക്കേറ്റു മരിച്ചതുമായി ബന്ധപ്പെട്ട് SFI എന്താണ് മനസ്സിലാക്കി? SFI അതിൽ എന്താണ് നിലപാട്? SFIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിൽ അനാസ്ഥ സംഭവിച്ചത് ആരാണോ അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ അനാസ്ഥയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ, ഓരോ വാർത്തകളും ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു, പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്, KSEBയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്നുണ്ടാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അനാസ്ഥ ആരുടെ ഭാഗത്താണ് ഉണ്ടായത് അവർക്കെതിരെ നടപടി വേണം. ഇതാണ് നിലപാട്. അതൊരു അപകട മരണമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന ഒരു വിഷയമാണല്ലോ. അതിലിപ്പോൾ KSEB ആയാലും സ്കൂൾ മാനേജ്മെന്റ് അവിടുത്തെ CPMന്റെ കീഴിലാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ എന്താണ് തുടർ പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തുണ്ടാവും? അല്ല, ഞങ്ങൾ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു, തുടർന്നും ഉണ്ടാവും. ഞങ്ങൾ അനാസ്ഥ സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവർക്കെതിരെ നടപടി വേണം. ആ അഭിപ്രായം ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെ ഭാഗത്തുനിന്നാണോ വീഴ്ച വന്നിട്ടുള്ളത് നടപടി ഉണ്ടാവേണ്ടതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആദ്യഘട്ടത്തിൽ ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നൊക്കെ, പ്രത്യേകിച്ച് സിഞ്ചുറാണിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായ ചില പരാമർശങ്ങളിലെല്ലാം വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു? മന്ത്രിയുടെ വിമർശനം ഞാൻ ഈ പറഞ്ഞ പരാമർശം ഞാൻ കേട്ടിട്ടില്ല. പിന്നീടുണ്ടായ പല വാർത്തകളും കണ്ടു എന്ന് മാത്രം. അത് ഏതു വിധത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, ഏതൊരു അപകട മരണത്തെയും എന്താണോ സംഭവിക്കുന്നത്, നമ്മളൊരു പൊതുസമൂഹത്തിൽ പരമാവധി ജീവനുകൾക്ക് വില കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ പൊതു സംവിധാനങ്ങളൊക്കെ നല്ല വിധത്തിൽ സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതിന് ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതുപോലുള്ള ചില ഇത് വന്നതിന് ശേഷം പല സ്കൂളുകളും ഇത്തരത്തിലുള്ള ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. എങ്ങനെയാണ് SFI ഇതിനോട് എന്താവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് സ്കൂളുകളുടെ ഈ സുരക്ഷ? അല്ല, സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൃത്യമായി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടു വേണം മുന്നോട്ട് പോകാൻ. അത് എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ ഇടപെടാൻ SFI തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ ഭരണകൂടത്തോടും സർക്കാരിനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്തരം സംവിധാനങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് വന്നു പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ നല്ല സൗകര്യങ്ങൾ, എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ ചെറിയ നമ്പർ മാത്രമേ ഉണ്ടാവൂ. പൊതുവിൽ തന്നെ ഇന്നിപ്പോൾ കേരളത്തിലെ സ്കൂളുകളും അതിൻ്റെ കെട്ടിടങ്ങളും ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടത് കണ്ണൂർ ജില്ലയിലെ ഒരു ചാനലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു KSU നേതാവ് ഒരു കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി സ്കൂളിൽ പോയിട്ട് വലിയ തോതിൽ അവിടുത്തെ അധ്യാപകരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നത് ഗവൺമെൻറ് സ്കൂളിൻ്റെ ബിൽഡിംഗ് ആണോ അത് എന്നുള്ളതാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് കമൻറ്റുകൾ വന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ ബദലാണ്. ആ ബദൽ നിൽക്കെ തന്നെ ചെറുന്യൂനപക്ഷങ്ങളായിട്ടുള്ള ചില സ്കൂളുകളിൽ അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്.